ഹായ് ഹായ്. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണത്. ഇതിന്റെ വേർഷൻ നമ്മളെടുത്ത് മാറ്റണത്. ഇതിപ്പോ നല്ല ജർക്കിങ് ഉണ്ട്. ഇനിയിപ്പോ ഇതുപോലെ കയ്യുമ്മ ഇതെങ്ങനെ ചെയ്യണ ടൈപ്പ് ഉണ്ട്. ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അത് ഓഫ് ചെയ്തു. നമ്മളിത് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊരിയെടുക്കാവുന്നതാണ്. നമ്മള് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചക്ക വേരുമ്മലും വേലിമ്മലും ഒക്കെ കായ്ക്കുന്നു പറഞ്ഞ പോലെയാണ്. ഇത് ഗോൾഡിന്റെ പ്രത്യേക ഒരു ഇങ്കാണ്. ഇതിങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നെർവസ്നെസ് എന്ന് പറയും. കൈയിന്റെ ഉള്ളില് എല്ലാം ഞരമ്പുകളാണ്. നമ്മളിപ്പോ മർമ്മങ്ങളാണെന്ന് പറഞ്ഞ പോലെ. ഞാൻ ആദ്യം കുറച്ച് നാള് കളരി ഒക്കെ ചെറുതായിട്ട് അഭ്യസിക്കാൻ പോകാനുള്ള ഒരു സൗകര്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ പോയപ്പോഴാണ് മർമ്മമാണ്. പിന്നിപ്പോ ഒരാളുടെ എവിടെ തൊട്ടാലും മർമ്മം. അപ്പൊ ഇത് ഉള്ളം കൈയിലാണ് വരിക. നമ്മളിപ്പോ ധ്യാനത്തിനൊക്കെ ഇടയ്ക്ക് പോകുമ്പോ അവര് പറയും നമ്മൾ കൈയടിക്കില്ലേ. നമ്മളിപ്പോ ഒരു പ്രോഗ്രാം നന്നായി കഴിഞ്ഞാൽ കൈയടിക്കാൻ പറഞ്ഞത്, ഈ കൈയടിച്ചു കഴിഞ്ഞാൽ കൈയിന്റെ ഉള്ളില് ഒരുപാട് ഞരമ്പുകളുണ്ട്. അപ്പൊ ഈ ഞരമ്പുകള് നമ്മളെ കയ്യെ അങ്ങോട്ട് തട്ടുമ്പോ നമ്മുടെ മുഖമാണ് പ്രകാശിക്കുക. ഞാൻ തന്നെ പ്രോഗ്രാമൊക്കെ മിമിക്രിയൊക്കെ അവതരിപ്പിക്കാൻ പോകുമ്പോ അല്ല മറ്റൊരാളുടെ പ്രോഗ്രാം കാണുമ്പോ നമ്മള് കൈയടിക്കില്ല. കാരണം ഇതിനെ കൈയടിക്കുമ്പോ ഒരു വിഷമമാണ്. ഇനിയിപ്പോ ഞാൻ കൈയടിച്ചു കഴിഞ്ഞാൽ മറ്റോ വലിയവനാകുമോ എന്നുള്ളൊരു പേടി. അപ്പൊ ഈ കൈയടിക്കുമ്പോ ദൈവം പല സൂത്രപ്പണികൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ തോന്നി കൈയടിക്കണമെന്ന്. നമ്മൾ ഉറക്കെ ഒന്ന് അർമാദിച്ച് ചിരിച്ചൊന്ന് കൈയടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് അതില് ലൈഫ് ലോങ് കിട്ടുക. നമ്മൾ വിചാരിക്കുന്ന ഒരാളെ കണ്ടു, ഒരാളെ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന പോലെ നമ്മളൊന്നും ചെയ്യാണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമാണ്. എനിക്കൊരു കഥ ഓർമ്മ വരണം. ഞാൻ ആ കഥ പിന്നീട് നിങ്ങളോട് പറയും. കാരണം എന്റെ കുറച്ച് സമയം എടുക്കും പറയും. അത് അത്രയ്ക്കും വളരെ ശ്രദ്ധിച്ച എന്റെ ചില പ്രോഗ്രാമുകളൊക്കെ ചിലര് പറയും നിങ്ങൾക്ക് അത് മനസ്സിലായില്ല എന്ന് പറയും. സോളമൻ എന്താ പറഞ്ഞെന്നുള്ളത് മനസ്സിലായില്ല. ഇത് ഇവിടെയൊക്കെ ഇത് ഞാൻ മനസ്സിലാക്കാത്തവരോട് പറയണ പോലെ, പപ്പുവൊക്കെ പറയണ പോലെ. മനസ്സിലായില്ല എന്ന് പറയുന്നത് എന്നോട് പറയണോ എന്ന് പറയും. തനിക്ക് തന്നെ മനസ്സിലായില്ലെങ്കിൽ താൻ എന്നെ നോക്കണോ, ഞാൻ ആരാണ് തനിക്ക് തന്നെ മനസ്സിലാവും എന്നൊക്കെ പറയണ പോലത്തെ ഒരു. ഇതെന്താണെങ്കിൽ അത് ഭയങ്കര ഒരു ഗുഡ് ഫീലിംഗ് ആണ്. ഇപ്പോ നമ്മുടെ CID മൂസലൊക്കെ പറയണ പോലെ ക്യാപ്റ്റൻ രാജു ആ ഒരു കാറ് നിർത്തിയിട്ട് അതിന്റെ അടിയില് കൂടെ ഓട്ടയില് കാലിട്ടിട്ട്
ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി ഒരു തെണ്ടിയുടെയും ശുപാർശ ഇല്ലെങ്കിൽ നമുക്ക് വണ്ടി ഓടിച്ചു പോകാന്ന് പറയും. അതായത് വണ്ടി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാറിന്റെ അടിയിലേക്ക് കാലിട്ടിട്ട് വണ്ടി ഉന്തി കൊണ്ടുപോകുന്ന രംഗം. അപ്പൊ ഇതിപ്പോ നമുക്കിപ്പോ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യണോണ്ട് വിരോധമില്ലാന്ന്, അധികം വിലയൊന്നുമില്ല. ഇതിപ്പോ ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് പണിക്ക് പോണവർക്കൊക്കെ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യും. ഞാനായാലും നിങ്ങളായാലും എനിക്ക് സമയം കിട്ടാറില്ല. ഇന്നിപ്പോ ഗാന്ധി ജയന്തിയാണ്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മള് വണ്ടിക്കാരൊക്കെ അവിടെ വന്ന് കിടന്നിട്ട് വലിയ കാര്യമില്ല. അപ്പോ പറ്റാവുന്ന പണികൾ ചെയ്യാം. ഇത് തന്നെ നമുക്ക് കയ്യുമ്മലൊക്കെ ഇങ്ങനെ ഓടിക്കാം. പ്രത്യേക ഒരു അതിന് വേറെ ഉണ്ട്. ഒരു 1, 2, 3, 4, 5, 6, 7 ഇതുപോലത്തെ സെക്ഷൻ ഉണ്ട്. 7 ഇത് ഓരോ ശരീരഭാഗങ്ങളെ കേന്ദ്രീകരിച്ചിട്ട് അവർ പ്രത്യേകം ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് ഡോക്ടർ കെയർ എന്നാണ് ഇതിന് പറയാ. എൻ്റെ കയ്യിൽ അവർ അഡ്രസ്സൊക്കെ ഉണ്ട്. നമ്മളിപ്പോ വല്ലാണ്ട് കമ്മീഷൻ എടുക്കുന്ന ആൾക്കാരല്ല. അപ്പൊ നമുക്ക് ആർക്കെങ്കിലും സൗകര്യം ഉണ്ടെന്ന് അല്ലെ ഇപ്പൊ ആവശ്യമുണ്ടെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരെ വിളിച്ചിട്ട് പറയുന്നതാണ്. ഇപ്പൊ നിങ്ങളൊക്കെ മാർക്കറ്റിലൊക്കെ ഉള്ളത് തന്നെയാണ്. ഇത് ഇതുപോലെ തലേരം മുകളിലാണ്. നമ്മളിപ്പോ തൊപ്പിയൂരി മുടി ഉണ്ടെങ്കിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മുടി പോയത് വലിയൊരു അനുഗ്രഹമായി. അല്ലാന്നുണ്ടെങ്കിൽ മുടി ഇടുമ്പോ പിടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നം. Wow, was ist denn das Maus? ഞാൻ ഇപ്പൊ ഇതിങ്ങനെ പിടിച്ചിരിക്കുമ്പോഴേ നമുക്കിങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ വെച്ചിരിക്കാൻ തോന്നി. ഞാൻ മദ്യം കഴിച്ചിരുന്ന സമയത്ത് ഈ അടാട്ട് വഴിക്കൊക്കെ ഇടുന്ന് ഓടി നടന്ന കാലുണ്ട്. ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട്. ഇപ്പൊ മദ്യപാനൊക്കെ നിർത്തിയപ്പോ നമുക്ക് ഉറക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറങ്ങണത് അറിയില്ല. 5 മണിക്ക് അല്ലെങ്കിൽ 4:30 കറക്റ്റ് അങ്ങോട്ട് എണീക്കും. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ തലയില് തലച്ചോറ്, ബുദ്ധി ഇതൊക്കെ വർക്ക് ചെയ്യാൻ. ഇപ്പൊ നമ്മളിപ്പോ മസാജ് ചെയ്യാന്ന് പറയും. ഇന്നാളൊരു വാർത്ത കേട്ടതുപോലെ മസാജ് ചെയ്തിട്ട് ആള് മരിച്ചു, അങ്ങനെ എന്തൊക്കെയോ ഒരു സംഭവം. ഇതൊക്കെ നമ്മുടെ അതായത് കോടി മില്യൺ, അതായത് മനുഷ്യന്റെ തലയിലെ നെർവസ്നെസ്, ഇവര് ഞാൻ കൂടുതൽ ഇംഗ്ലീഷ് പറയുന്നില്ല. അതായത് അത്രയ്ക്കും ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് അത്രയ്ക്കും കോടി മില്യൺ
കണക്ക് കൂട്ടാൻ പറ്റില്ല. അത്രയ്ക്കധികം ചെറിയ ചെറിയ സസൂക്ഷ്മങ്ങളായിട്ടുള്ള സൃഷ്ടികർമ്മം എന്നൊക്കെ പറയണ പോലെ. അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനും നാളെ ചിലപ്പോ ഈ പറയണത് ഉണ്ടാവില്ല. അൺകോൺഷ്യസ് അബോധാവസ്ഥയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊണ്ടൊന്നും കാര്യമില്ല. ഏതെങ്കിലും ഒരു നെർവ്, ഒരു ഞരമ്പ് എന്തെങ്കിലും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുള്ള കാര്യം. അത് ഇത് വെച്ചാലും ഇത് വെച്ചില്ലെങ്കിലും മദ്യം കഴിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ അത്രയ്ക്കേ ഉള്ളൂ. ഇത് മൂന്നാമത്തെ, നമ്മളിപ്പോ 2 എടുത്തു. ഇതിങ്ങനെ പതുക്കെ അങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ് ഇതിന്റെ മെത്തേഡ്. എനിക്ക് ഇഷ്ടമായി. വളരെ സിമ്പിളാണ്. മറ്റേ ഇയാൾ പറഞ്ഞ ജാവ സിമ്പിളാണ് കേട്ടോ, ഭയങ്കര പവർഫുള്ളാണ് കേട്ടോ എന്നൊക്കെ പറയില്ലേ. എന്തെന്നുള്ള പേര് തലക്കഷന്റെ ആയിട്ട് ഒരാളില്ലേ, ഭയങ്കര സംഭവമാണ് വിനയ് ഫോർട്ട് പറയാൻ. അതെ, ജാവ വളരെ സിമ്പിളാണ് കേട്ടോ, വളരെ പവർഫുള്ളാണ് കേട്ടോ എന്നൊക്കെ പറയുന്നത്. ഞാൻ ഇതിനിടയ്ക്ക് ഓണത്തിനിടയ്ക്ക് പൂട്ടുകച്ചവടം നടത്തുന്നില്ല, എങ്കിലും ചിലപ്പോ ഇങ്ങനെ പറയുമ്പോ അതൊരു രസമാണ്. അപ്പൊ ഇതിങ്ങനെ സിമ്പിളാണ്. അടുത്തത് വരുന്നത് ഇതുപോലെയുള്ള ഒരു ഐറ്റമാണ്. ഇതിപ്പോ ഒരു ഹെലികാമ് പോലെയൊക്കെ തോന്നിക്കും. ഇതും ഇതുപോലെ തന്നെ നമ്മള് ഇങ്ങനെ സിമ്പിളാണ്. ഇപ്പൊ എന്റെ മുഖം ഇങ്ങനെ നോക്കണ്ട, ചിലര് മുഖം ഇങ്ങനെ ഇങ്ങനെ കാണിക്കും. ഇത് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് ഓൺ ചെയ്യണം. ഇതിങ്ങനെ ഒരു പ്രത്യേക ഒരു ഇതിൽ വെക്കണം. ഒരു സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇത് കൂട്ടാവുന്നതാണ്. അത് നമുക്കറിയാം. അതിന്റെ ഒരു നമ്മുടെ ശരീരത്തിൽ അത് തൊടുമ്പോ ഇത് സ്ഥിരം ചെയ്യുന്നത് അത്രയ്ക്കൊരു നല്ലതല്ല. ഒരു ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ തന്നെ നോക്കിയിട്ട് പലതും ചെയ്യുമ്പോ പറ്റുന്നില്ല. നമ്മള് ഹെലികോപ്റ്ററൊക്കെ പോണ ശബ്ദം അങ്ങനെ എടുക്കും. ഇത് കഴിഞ്ഞു. ഇത് കുറച്ചും കൂടി ഉണ്ട് ചെയ്യാൻ. നമുക്കൊരു സമയം എടുക്കാം. അപ്പൊ 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ എടുക്കാം. പിന്നെ വലിയ കറണ്ട് അങ്ങനെ കൂടുതലായിട്ട് വലിക്കാറില്ല. പിന്നെ ഇത് നട്ടലിന്റെ ഭാഗത്ത് ഇങ്ങനെ കണക്ട് ചെയ്യാനുള്ളത്, നട്ടലിന്റെ അവിടെ. അത് ഞാൻ കാണിക്കുന്നില്ല. ഇങ്ങനെ വെച്ച് ഊരിയെടുക്കാം. പിന്നെ ഇതാണ്, ഇതുപോലെ തന്നെ ഒരു പച്ച കളറാണ്, കണ്ട ഇങ്ങനെ ഒരു പച്ച കളറ്. ഇത് നമ്മുടെ ഈ ഇത് ഏറ്റവും ബെറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിടയ്ക്ക് ഊരി പോവും. അത് നോക്കണ്ട. ഞാൻ കറക്റ്റായിട്ട് വെച്ചില്ല, അത് കാരണമാണ്. ഇപ്പൊ വീട്ടിലിപ്പോ ഒരു ഫാമിലി ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ ഒരാളുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ പുനർജീവൻ അല്ലെങ്കിൽ ഇപ്പൊ അവിടെയുള്ള സ്ഥലത്തൊക്കെ
ഇപ്പൊ ഈ തളർന്ന് കിടക്കുന്നവർ അവർക്കൊക്കെ ചിലപ്പോൾ ഇതുപോലെ എന്തെങ്കിലും നമ്മളൊരാളെ ഒന്ന് സഹായിക്കാൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് പ്രാപ്യമാണ്. ഒരു പ്രത്യേക വാക്കണത്. ഇത് ഉള്ളവർക്ക് കുറച്ചും കൂടി പെർഫെക്റ്റ് ആണ്. വർക്കുണ്ട്. പിന്നെ വരുന്നത് ഇതിന്റെ വൈറ്റ് ആണ്. വൈറ്റും ഗോൾഡാണ്. വൈറ്റ് ശരി കാലിന്റെ അടിയിലേക്കാണ്. കാലിന്റെ അടിയിലെ ഞരമ്പുകളൊക്കെ കുറച്ചും കൂടി ഇത് നേരത്തെ പറഞ്ഞ പോലെ നമ്മള് ഞരമ്പുകളാണ് നമ്മുടെ ഞരമ്പാന്ന് പറയില്ലേ. അപ്പൊ സിൽവറാണ്. ഇതിപ്പോ നമ്മളിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഒരാളിങ്ങനെ ചെയ്തു തരാണ്ടെങ്കിൽ പണം കൊടുക്കാണ്ട് കേട്ടോ, വലിയ കുഴപ്പമില്ല. ഇപ്പൊ ഈ മൈക്കിൾ ജാക്സൺ ഒക്കെ ചെയ്ത പോലെ, മൈക്കിൾ ജാക്സൺ 500 വർഷം വരെ ജീവിക്കാൻ വേണ്ടിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തു ആള്. വലിയ കുട്ടികൾക്ക് വേണ്ടി വലിയ പാർക്കൊക്കെ ഉണ്ടാക്കി, അങ്ങനെ കുറെ ഡോക്ടർമാരെയൊക്കെ വെച്ചു. പക്ഷെ ആള് വളരെ കുറച്ച് വയസ്സ് വരെ ജീവിച്ചിരുന്നുള്ളൂന്ന് പറഞ്ഞ്. അപ്പോ നമ്മൾ ശ്രദ്ധിക്കുക, പറ്റാവുന്ന നോക്കുക, പിന്നൊക്കെ ദൈവത്തിന്റെ കയ്യിൽ വിട്ടുകൊടുക്കുക. ദൈവത്തിന് അല്ല, അങ്ങനെയല്ല പറയും. ഇത് ഞാനിപ്പോ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോഴാണ് കുറച്ചും കൂടി ഇങ്ങനെ കാല് ഇതാ ചെയ്തിട്ടുണ്ടല്ലോ. അവിടെ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറങ്ങി അവിടെ ഒരു 10 മണിക്കൂർ അങ്ങനെയാണ് കിടന്നുറങ്ങുന്നത്. ഇതാണ് സിൽവറിന്റെ. ഇനിയുള്ളത് ഇതൊക്കെയാണ്. ഇപ്പൊ ഏകദേശം 1 2 3 4 5 6 7 സ്റ്റെപ്പുകളുണ്ട്. ഇനി ഇത് മേടിക്കണമെന്നോ ഇതിങ്ങനെ ചെയ്യണമെന്നല്ല, ഇത് നല്ലൊരു ഫീലിംഗ് ആണ്. എനിക്ക് തോന്നിച്ചൊരു കാര്യം, നല്ല ഇനിയിപ്പോ തന്നെ ഒരു പ്രത്യേക ഒരു ഫീല് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു എന്തെങ്കിലും പിന്നെ ചിലപ്പോ ഇനി അടുത്ത ചിലപ്പോ ചെയ്യാൻ പോണ ഒരു മിമിക്സ് പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ അടുത്ത് ചിലപ്പോ ഒരു ഗോഡ്സിന്റെ ഒരു സ്പിരിച്വലിന്റെ പ്രോഗ്രാം ആയിരിക്കും. അപ്പൊ മനസ്സൊന്ന് കൺട്രോൾ ചെയ്യാൻ ഇതെപ്പോഴും വളരെ ഉപകരിക്കും. അപ്പോ പറ്റുന്നവർ അത് മേടിക്കണം. ശനി ഞായർ ദിവസങ്ങളിലൊക്കെ, അല്ലെങ്കിൽ ഇപ്പോ ഒഴിവ് ദിവസങ്ങളിലൊക്കെ കിട്ടുമ്പോ വെറുതെ ഒരു രസമല്ല അതൊക്കെ. വലിയ കോടികളൊന്നും വേണ്ട. നമ്മളിപ്പോ ഒരു 2000 3000 ഉണ്ടെങ്കിൽ കിട്ടും. അപ്പോ ഞാൻ നിങ്ങളുടെ സ്വന്തം സോളം കണ്ടിട്ട് എനിക്കിപ്പോ ഉറക്കം വന്നു തുടങ്ങിയത്. ശരി പോ.